Hello, welcome to market discussion of the day. Today, April 22nd, 2026, Thursday, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ്സസ് നടക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ്സസ് ആയിരിക്കും. ഓക്കെ, സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക. അത് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ 7 ദിവസവും നിങ്ങൾക്ക് കയറാൻ പറ്റും എന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഇന്ന് 22 ഏപ്രിൽ ആണ്. സോ ഇന്ന് സീസ് ഫയർ തീരേണ്ട ദിവസമാണ്. പക്ഷേ എന്താണ് നമ്മൾക്ക് സീസ് ഫയർ ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളൊരു നല്ല ഒരു ഗുഡ് ന്യൂസ് ആണ് ആക്ച്വലി വന്നിട്ടുള്ളത്. ഇറാന് കൂടുതൽ സമയം കൊടുക്കാനാണ് അങ്ങനെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി അത് ഈ ഒരു കാര്യം അല്ലെങ്കിൽ സീസ് ഫയർ എൻഡ് ആകാൻ പോകുന്നു എന്നുള്ളത് വളരെ എന്താ പറയുക സ്കെയർഡായിട്ടാണ് ആൾക്കാർ അല്ലെങ്കിൽ ലോകം മൊത്തവും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു അനൗൺസ്മെൻറ്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇറാന് കൂടുതൽ സമയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടു കം അപ്പ് വിത്ത് പീസ് പ്രപ്പോസൽ എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സംഭവം എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയില്ല. പുള്ളിക്കാരൻ എന്താ പറയുക ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് അല്ലേ. ഓക്കെ, സോ എനിവേയ്സ് ഇത് അങ്ങനൊരു നല്ലൊരു കാര്യം എന്തായാലും രാവിലെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം നമുക്ക് എക്കണോമിക് കലണ്ടറിൽ നമുക്ക് എന്ത് സംഭവിച്ചു, നമ്മളുടെ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വന്നു. കഴിഞ്ഞ പ്രീവിയസ് ഡേറ്റ 0.7% ആയിരുന്നു. ഓക്കെ, ഒറിജിനൽ വന്നപ്പം 1.7%. അതായത് ഭയങ്കരമായ ഒരു 1% ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ഗ്രോത്താണ്. ഓക്കെ, സോ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US ആൾക്കാർ സ്റ്റിൽ ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി നിൽക്കുന്ന ഈ ഒരു സമയത്തും അവർ പൈസ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അതുകൊണ്ടിട്ട് തന്നെ ഫെഡ് റിസർവിന് ഒരു റഷൊന്നുമില്ല, ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാക്കാനായിട്ടൊരു റഷില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ആ ഒരു എന്താ പറയുക ഇതിൻ്റെ എഫക്റ്റ്, ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ റീറ്റെയിൽ സെയിൽസ് കൂടി നിൽക്കുന്നതിൻ്റെ എഫക്റ്റ് ബാഡ് ഫോർ ഗോൾഡാണ്. ഓക്കെ, കാരണം എന്താ പറയുക ഗോൾഡ് ഇൻട്രസ്റ്റ് പേ ചെയ്യത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക ഇന്നലെ നമ്മൾ ഈ റീറ്റെയിൽ സെയിൽസ് വന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, എൻ്റെ MT5 പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. സോ എനിവേയ്സ് നമ്മൾ ട്രേഡിംഗ് വ്യൂ നോക്കാം. ട്രേഡിംഗ് വ്യൂവിൽ ഇന്നലെ നമ്മളുടെ 6:30 മണിക്കായിരുന്നു ഇത് ഈ ക്യാൻഡിലായിരുന്നു നമ്മുടെ ന്യൂസ് ക്യാൻഡിൽ. ഈ ക്യാൻഡിലായിരുന്നു ന്യൂസ് ക്യാൻഡിൽ. ഓക്കെ, 6 മണിക്കായിരുന്നു ന്യൂസ് അല്ലേ. സോ ഈ ക്യാൻഡിൽ ജസ്റ്റ് 99 വരെ പോയിട്ട് 63 വരെയൊക്കെ പോയി. പിന്നെ അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഒരു ബോഡി മാത്രമായിട്ട് ഷാഡോ മാത്രം ഫോം ചെയ്തു. 59 വരെ പോയി, 94 വരെ പോയി. അതിന് തൊട്ടടുത്ത ക്യാൻഡിൽ, അതായത് 7:30 മണിക്കുള്ള ക്യാൻഡിൽ 86 നിൽക്കുകയായിരുന്നു. അവിടുന്ന് ഒറ്റയടിക്ക് 719 വന്നു. സോ അതിനുശേഷം മുകളിലോട്ട് പോയി 55 വരെ പോയി. പിന്നെ അതിനുശേഷം താഴോട്ട് വന്ന് 702 വരെ പോയി. പിന്നെ അതിനുശേഷം 19 വരെ പോയി. പിന്നെ ഏറ്റവും താഴെ 4665 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് ഇന്നലെ. ഓക്കെ, സോ ഇതിൻ്റെ എഫക്റ്റ്, അതായത് റീറ്റെയിൽ സെയിൽസിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്പീച്ചും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുരു എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ട്രംപിൻ്റെ സ്പീച്ചും ഉണ്ടായിരുന്നു. സോ എന്താ പറയുക ഇതുകൊണ്ടിട്ടാണ് ആക്ച്വലി നമ്മൾ എന്താ പറയുക നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇന്നലെ ഓക്കെ നമുക്കറിയാം എക്കണോമിക്സ് പ്രകാരം ഗോൾഡ് താഴോട്ട് പോകും, റീറ്റെയിൽസ് ഡോളേഴ്സിന് നല്ല ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ എന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ അത് വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് ട്രേഡ് എടുക്കാൻ പറ്റില്ല. കാരണം ഈ നമുക്ക് ഈ ന്യൂസ് വന്ന സമയത്ത് 80-84 നിൽക്കുന്ന ക്യാൻഡിലായിരുന്നു ഇത്. ഓക്കെ, സോ 82 അവിടെ 30 മിനിറ്റുള്ള ക്യാൻഡിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടും, അതാണല്ലോ ഇവിടുത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും അത് മിക്കവാറും ഹിറ്റായി പോകുന്നൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടിട്ടാണ് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഡേയ്സിൽ മാറി നിൽക്കാനായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതൊക്കെയാണ് ആക്ച്വലി ഇന്നലെ നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ഗോൾഡിൽ അഫക്റ്റ് ചെയ്തത്. ഓക്കെ, സോ അതിനുശേഷം നമ്മുടെ പ്രസിഡന്റ് ട്രംപ് CNBCയിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് എന്താ പറയുക നമ്മുടെ നെഗോഷിയേഷൻ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, സോ US ഇപ്പം വളരെ നല്ലൊരു പൊസിഷനിലാണ്. ഓക്കെ, ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവർക്ക് നല്ലൊരു ഡീലാണ് വേണ്ടുന്നത് ടു എൻഡ് ദ വാർ.
അല്ലേ? സോ വാർ എൻഡ് ആവുന്നതിലൂടെ ഇൻഫ്ലേഷൻ കുറയുകയും അതിലൂടെ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനും പറ്റും, അല്ലേ? സോ അത് അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. അതേപോലെ തന്നെ മിലിറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ സീസ് ഫയർ എന്താ പറയുക, സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തു. അതേപോലെ നേവൽ ബ്ലോക്കേഡ് അതേപോലെ തന്നെ ഇറാനിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊരു മിക്സഡ് എന്താ പറയുക എഫക്റ്റാണ് ഗോൾഡിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു ടഗ് ഓഫ് വാർ, അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും അല്ലെങ്കിൽ ഒരു ബുള്ളിഷു അല്ല, ഒരു ബെയറിഷു അല്ലാത്തൊരു രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ എന്ത് ആണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് വലിയ പിടിയില്ല. എന്താണ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയില്ല. അറിയാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ 750 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മുകളിലോട്ട് പോകും എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. ഓക്കെ, 11:30 മണിക്കും 700 ഇപ്പോൾ രാവിലെ 9:30 ക്യാൻഡിലാണ് ഇപ്പോൾ റണ്ണിങ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ റേഞ്ചിലാണ് കുറച്ച് ക്യാൻഡിൽസ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഇന്നലെ രാത്രി 8:30 മണിക്കുള്ള ക്യാൻഡിൽ, സോ ഇതായിരുന്നു 8:30 മണിക്കുള്ള ക്യാൻഡിൽ. 8:30 മണിക്കുള്ള ക്യാൻഡിൽ അതായത് യൂറോപ്പ് ക്ലോസ് ആയപ്പോൾ 730 മുകളിലായിരുന്നു. ഓക്കെ, ഇന്ന് രാവിലെ 7:30 മണിക്കുള്ള ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലത്തെ 7 മണിക്കുള്ള ക്യാൻഡിൽ നമുക്ക് 750 മുകളിലാണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ മാർക്കറ്റ് താഴോട്ട് പോയോ എന്ന് ചോദിച്ചാൽ മേജർ മാർക്കറ്റ് ടൈമിങ്ങിൽ ഒന്നും മാർക്കറ്റ് താഴെയല്ലായിരുന്നു. ഓൾമോസ്റ്റ് 730 735 മുകളിലായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് 11:30 മണിക്ക് വരെയുള്ള ക്യാൻഡിൽ 750 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാനായിട്ട്. കാരണം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുള്ള ദിവസമാണ്, അല്ലേ? സോ നമ്മൾ ചാടിക്കയറി മാർക്കറ്റിൽ ഇറങ്ങാതെ ഒന്ന് അനലൈസ് ചെയ്ത് പയ്യെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ടെക്നിക്കൽ റേഞ്ചിലോട്ട് പോവാം. ഇന്നത്തെ ഗോൾഡിൻ്റെ റേഞ്ച് 4730 to 4800 ആണ് ഒരു എക്സ്റ്റെൻഡഡ് റേഞ്ചായിട്ട് എനിക്ക് കാണാനായിട്ട്, എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ഓപ്പർച്യൂണിറ്റി 4750 മുകളിലാണ് മാർക്കറ്റ് എങ്കിൽ, അതായത് നമ്മുടെ നമ്മുടെ യൂറോപ്പ് സെഷൻ ഓപ്പൺ ആകുമ്പോഴും 4750 മുകളിലാണ് എങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസ് 4730 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ടേക്ക് പ്രോഫിറ്റ് 4780 85 ലെവലിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അതാണ് ആക്ച്വലി എനിക്ക് ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് പറയാനായിട്ടുള്ളത്. സോ ഇഫ് ഒരു 1 hour ക്യാൻഡിൽ അല്ലെങ്കിൽ 4730 താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് വീണ്ടും ബെയറിഷ് ലെവലിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടെ സെൽ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്നില്ല, ബൈ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. 4750 അവിടുന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 4730 മുകളിൽ നമുക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ GBP USDയിലോട്ട് വരാം. GBP ഇന്നലെ ആക്ച്വലി വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് GBP USDയിൽ വന്നിട്ടുള്ളത് ഫണ്ടമെൻ്റലി. ഓക്കെ, നമ്മൾ ഇന്നലത്തെ എക്കണോമിക് കലണ്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ GBP ഇന്നലെ ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് ഉണ്ടായിരുന്നു. ക്ലെമൻറ്റ് കൗണ്ട് ചേഞ്ച് എന്താ വെച്ചാൽ നമ്മളുടെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം പോലെ US ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം, ഹൗ മെനി പീപ്പിൾ ഹു ഹാവ് എന്താ പറയുക അപ്ലൈഡ് ഫോർ ജോബ്ലെസ് ക്ലെയിം. ഓക്കെ, സോ അവിടെ ജോലി നഷ്ടപ്പെട്ടുള്ള ആൾക്കാർ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ക്ലെയിമിന് പോകുന്നതിൻ്റെ നമ്പറാണ്. സോ അത് ആക്ച്വലി 17Kയിൽ നിന്ന് 26.8K ആയി. അത് വളരെ കൂടുതൽ ആൾക്കാർ ജോലി നഷ്ടപ്പെട്ടു, അവർ ക്ലെയിമിന് പോയെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അത് GBPയെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്നലെ രാവിലെ 11:30 മണിക്കായിരുന്നു ന്യൂസ്. അതിൻ്റെ എഫക്റ്റൊക്കെ ആക്ച്വലി നമ്മുടെ GBPയിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനിയും അത് വരാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, സോ കാരണം ഇന്നലെ നമുക്ക് അറിയാം, നമ്മൾ ഇന്നലെ 11 മണിക്കുള്ള ക്യാൻഡിലായിരുന്നു ഇത് അവിടെ നിന്ന് താഴോട്ട് പോയി ഓൾമോസ്റ്റ് ഈ എഫക്റ്റ് 4481 വരെയൊക്കെ വന്നു. പിന്നീട് മാർക്കറ്റ് വീണ്ടും തിരിച്ചു പോയി. ഓക്കെ, പിന്നീട് നമ്മളുടെ ഏതാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ന്യൂസ് നമ്മുടെ റീറ്റെയിൽ സെയിൽസും ഒക്കെ വന്നതിന് ശേഷമാണ് ആക്ച്വലി മാർക്കറ്റ് ഒന്നുകൂടെ താഴോട്ട് പോയത്. ഓക്കെ, സോ അത് GBPയെ നെഗറ്റീവായിട്ട് ബാധിച്ചത് കൊണ്ടിട്ട്, സോ ആ ഒരു കാര്യം എഫക്റ്റ് അല്ല. സോ അതുകൊണ്ടിട്ട് തന്നെ 1.3500 സപ്പോർട്ട് ചെയ്യും. അതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അവിടുന്ന് സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ അങ്ങനെ പോകും. 1.3500 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3460 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യം പോലെ ടേക്ക് പ്രോഫിറ്റ് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ,
സോ നേരെ നമ്മൾ യൂറോ യു എസ് ടിയിലോട്ട് വരാം. യൂറോ യു എസ് ടി നമ്മൾ 1.1740 നിൽക്കുന്നു. ഓക്കെ, സോ നമുക്കും അതും യൂറോയും നമുക്ക് അത്യാവശ്യം നല്ലൊരു അപ്പ് ട്രെൻഡാണ് കാണിക്കുന്നത്. സോ ബേസിക്കലി യൂറോയിനെ കുറിച്ച് പറയുമ്പോൾ 1.1700 അവിടുന്ന് 1710 1.1700 അടുത്ത് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ അവിടുന്ന് 1.1710 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1660 താഴെ സ്റ്റോപ്പ് ലോസ്, 1.1780 ആ ലെവലിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ഇട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമുക്ക് USD JPYയിൽ പോവാം. USD JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 159.335 നിൽക്കുന്നു. ഓക്കെ, സോ ഇന്നലെയൊക്കെ നമ്മൾ 158.5 ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 100 പിപ്പിൻ്റെയോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ബെറ്റർ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 159 അവിടുന്ന് നമുക്ക് സപ്പോർട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ 159 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 158.40 അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമായിട്ട് വെച്ച് പോവുക എന്നുള്ളതാണ് എനിക്ക് USD JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി എനിക്ക് നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷൻ ഇന്നത്തെ ദിവസം പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഉറപ്പായിട്ടും ന്യൂസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുക. ഇന്ന് ഫോറക്സ് ഫാക്ടറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂസുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഇന്ന് GBP ഇന്ന് 11:30 മണിക്ക് CPIയുടെ ന്യൂസ് ഉണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം. GBPയിൽ ട്രേഡ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരം GBPന്ന് ന്യൂസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ചെറിയ ന്യൂസുകളൊക്കെ ഉണ്ട്. യൂറോയിൽ നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിനുണ്ട്. ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 മണിക്കാണ് അത് വരുന്നത്. സോ ആ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈവൻ ഗോൾഡിനെ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി നമ്മുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നോക്കി കാണാനുള്ള ന്യൂസുകൾ. സോ ഈ ഒരു സമയങ്ങളിൽ 8 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ രാവിലെ 11:30 മുന്നേ ആയിട്ട് പൊസിഷൻസ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ എല്ലാ റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. ഇപ്പം UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷനുള്ള ബ്രോക്കറാണ്. അതേപോലെ തന്നെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ട് ASIയുടെ റെഗുലേഷൻ ഉണ്ട്. സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ട് FSCയുടെ റെഗുലേഷനൊക്കെയുള്ള ബ്രോക്കറാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ $100,000 വരെ നമ്മൾ ലോയിഡ്സ് ബാങ്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട്. NBA സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഡെപ്പോസിറ്റ് ബോണസ് $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. യൂറോപ്യൻ ക്ലയൻസ് ആണ് എങ്കിൽ ആദ്യത്തെ $1,000 100% ബോണസും കമ്പനി തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവാണ്. സോ സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. UAE കസ്റ്റമേഴ്സിന് പ്രത്യേകം ലിങ്കാണ്, നോക്കി തന്നെ ചെയ്യുക. ചെയ്യുമ്പോൾ ആപ്പ് ത്രൂ ചെയ്യാതിരിക്കുക, ലിങ്ക് ത്രൂ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.